ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. ABVP പ്രവർത്തകരും ഇടത് വിദ്യാർത്ഥി സംഘടനകളും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഇന്നലെ രാത്രി സർവകലാശാലയിലെ സബർമതി ടീ പോയിന്റിലാണ് സംഘർഷമുണ്ടായത്. ദുർഗാപൂജയുടെ ഭാഗമായി ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവരുടെ ചിത്രം പതിച്ച് ABVP രാവണ രൂപം തീർക്കുകയും ഇത് ഹോസ്റ്റൽ പരിസരത്ത് വെച്ച് കത്തിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, എന്താണ് JNUവിലെ സാഹചര്യം? പുതിയ സംഘർഷത്തിന് കാരണമായത് എന്താണ്? നിലവിലെ അവസ്ഥ എന്താണ്? ആസിഫുദ്ദീൻ, ഇന്നലെ രാത്രിയാണ് ഈ സംഘർഷം ജവഹർലാൽ നെഹ്റു സർവകലാശാലക്കുള്ളിൽ നടക്കുന്നത്. ദുർഗാപൂജയുടെ ഭാഗമായി ചില കോലങ്ങൾ ABVP പ്രവർത്തകർ കത്തിച്ചിരുന്നു. ഇതിൽ ഷർജീൽ ഇമാം, അതോടൊപ്പം തന്നെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ ദുർഗാപൂജയുടെ ഭാഗമായിട്ട് രാവണരൂപം തീർക്കുകയായിരുന്നു ABVP പ്രവർത്തകർ. അതിൽ ഈ പറയുന്ന ഷർജീൽ ഇമാം, അതോടൊപ്പം തന്നെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള നിരവധി ആക്ടിവിസ്റ്റുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇത് ഹോസ്റ്റൽ പരിസരത്ത് വെച്ച് കത്തിക്കുകയായിരുന്നു. ഒരു പ്രതീകാത്മകമായിട്ടായിരുന്നു തങ്ങൾ ഇത് കത്തിച്ചതെന്നാണ് ABVP പറയുന്ന വാദം. പ്രത്യേകിച്ച് ഈ മാവോയിസം, അതോടൊപ്പം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധം തീർക്കുകയായിരുന്നു എന്നാണ് ABVPയുടെ വാദം. എന്നാൽ ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഗാന്ധി ജയന്തി ദിനമായിരുന്നു, ആ ദിവസമായിരുന്നു ഇന്നലെ ABVPയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരം ഒരു സമരമുണ്ടായത്. അതിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി ക്യാമ്പസിനകത്ത് ഒത്തുകൂടുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. ചില വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ സംഘർഷം ഉണ്ടായ ഉടൻ തന്നെ പോലീസ് പരിസരത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സർവകലാശാലയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. ഇന്നലെ നിരവധി വിദ്യാർത്ഥികളായിരുന്നു ദുർഗാപൂജയുടെ ഭാഗമായി സർവകലാശാലക്കകത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം ABVPയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്ന് നേരത്തെ തന്നെ ABVPയോട് ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിന്മാറാതെ അവരുടെ പ്രതിഷേധവുമായി ABVP മുന്നോട്ട് പോവുകയായിരുന്നു. ഇതാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിന് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. ABVPയും അതോടൊപ്പം തന്നെ JNSU വിദ്യാർത്ഥി സംഘടനയും എല്ലാം ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ പ്രതിഷേധം ഇടത് സംഘടനകൾ അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ABVPയുടെ ഒരു വാദം. ഇതിനെതിരെ നിയമപരമായി തന്നെ നേരിടും എന്നുകൂടി ABVP അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ വിദ്യാർത്ഥികൾക്കെതിരെ, ഈ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.